പത്തരമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ എല്ലാവരുടെയും പേരിലും കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും തന്നെ തകർന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം അനി പോയിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല നന്ദു, ഇതിനെന്തെങ്കിലും ചെയ്തേ മതിയാവും. നമുക്ക് രാത്രി അവർ വീട് കയറി തല്ലിയാലോ? അപ്പം നന്ദു പറയുന്നുണ്ട്, അതെന്തായാലും നടക്കില്ല അനി. കാരണം അവരിപ്പം ഇതേപോലൊരു സംശയം ഉള്ളത് കൊണ്ട് CCTV എല്ലാം സ്ഥാപിച്ചാൽ അത് നമുക്കറിയാൻ പറ്റില്ല. അതുമാത്രമല്ല, അവളെ ചാനലിൽ പറഞ്ഞത് ഓർമ്മയില്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവളുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അനന്തപുരിക്കാർ മാത്രമാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മളതൊരിക്കലും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അഥവാ ചെയ്തു പോയാൽ അത് തിരിച്ച് നമുക്ക് തന്നെ പണിയായിട്ട് വരും. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതിനി എന്താ ഒരു സൊല്യൂഷൻ, നമ്മളിനി എന്താ നന്ദു ചെയ്യുക? നന്ദു പറയുന്നുണ്ട്, ഇതിനൊരു വഴിയുണ്ട്. അവരുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒരു ഒളിക്യാമറ സ്ഥാപിക്കാൻ പറ്റിയ അത് നല്ലൊരു കാര്യമായേനെ. അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ തെളിഞ്ഞേനെ. അത് നമുക്ക് കോടതിയിൽ നല്ലൊരു തെളിവായി തന്നെ കൊടുക്കാമായിരുന്നു. അപ്പം അനി പറയുന്നുണ്ട്, അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ സത്യങ്ങൾ മാത്രമല്ലേ പറയുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾ ആരെയും മുത്തശ്ശനും മുത്തശ്ശിയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ അത് നല്ല കാര്യം തന്നെയായിരുന്നു. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും? നമ്മളെ എങ്ങാനും ആ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാൽ തന്നെ പിടിക്കപ്പെടും. അവരുടെ വീടാണെ റോഡ് സൈഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ടല്ലേ, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ചെയ്യാം, നമുക്കത് വിഘ്നേഷിനെയും രാജേഷിനെ ഏൽപ്പിച്ചാലോ? അപ്പം നന്ദു പറയുന്നുണ്ട്, അത് ശരിയാ, അവന്മാരാവുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്തോളും. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് അനി അവരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാർ രണ്ടുപേരും ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഇവരെ കാണുമ്പോഴേ അവർ സന്തോഷത്തോടു കൂടി വിഘ്നേഷ് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആട്ടെ, അതെന്താ ഇനി അടുത്ത നിങ്ങളുടെ പരിപാടി എന്താ? എന്തിനാ നിങ്ങൾ ഞങ്ങളെ വിളിപ്പിച്ചത്? പിന്നെ ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് ഞാനല്ല, നന്ദുവാ എന്നനി പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മരിക്കുന്നത് വരെ ഇവന് വേണ്ടി കാത്തിരിക്കും. ഒരു സിയെയും എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. താലി കെട്ടിയാൽ അത് ഇവൻ മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവന്മാർ പറയുന്നുണ്ട്, ഇത് കേൾക്കാനായിട്ട് ഞങ്ങൾ എത്ര നാളായി കാത്തിരിക്കുന്നു. ഇവൻ്റെ കല്യാണത്തിന് മുമ്പ് നീ ഇതെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ അനാമികയായിട്ടുള്ള വിവാഹം പോലും നടക്കില്ലായിരുന്നു, ഇതേ നടക്കുള്ളായിരുന്നു. നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എടാ, അതിന് എൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ ഇക്കാര്യത്തിന് സമ്മതിച്ചിട്ടില്ല. അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് നേരിട്ട് ചോദിച്ചതാണ് എൻ്റെ വീട്ടിൽ. പക്ഷേ അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. ആ സിയെ കൊണ്ട് എന്നെ കെട്ടിക്കുള്ളൂ എന്നും പറഞ്ഞ് അവരൊറ്റക്കാലിൽ നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവന്മാർക്കും ആകെ സങ്കടമാവുന്നുണ്ട്. അമ്മമാർ ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ തീരുമാനം? അപ്പം അനി പറയുന്നുണ്ട്, ആ കല്യാണം അതെങ്ങനെയും മുടക്കണം. അപ്പം വിഘ്നേഷ് പറയുന്നുണ്ട്, അതെന്തായാലും ഞങ്ങൾ റെഡി, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾ മാത്രം പോരെങ്കിൽ നമ്മുടെ പഴയ ഫ്രണ്ട്സില്ലേ, അവന്മാരെ കൂടെ കൂട്ടാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇപ്പം അതൊന്നുമല്ല കാര്യം, നിങ്ങളെ വിളിപ്പിച്ച എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, അത് ആ അനാമിക മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പേരിൽ എതിരായിട്ട് അനന്തപുരിയിലുള്ള മിക്കവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഗാർഹിക പീഡനത്തിന്. ആ ഒരു കേസിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലേൽ മുത്തശ്ശനും സഹിതം എല്ലാവരും തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതിനൊക്കെ തെളിവുകൾ വേണ്ടേ എന്നൊക്കെ രാജേഷ് ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, അവളൊരു പെണ്ണല്ലേ, അവളുടെ മുഖത്ത് ഇവൻ തല്ലിയ ആ പാട് അത് സ്റ്റേഷനിലുള്ള എല്ലാവരും തന്നെ കണ്ടതാണ്. അതുമാത്രമല്ല, മുത്തശ്ശനാണെങ്കിൽ വേണുവിനെ തല്ലിയത് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ മുന്നിൽ വെച്ചാണ്. അയാളുടെ അരികിലാണ് CCTV ഉണ്ട്. ഇതെല്ലാം പോരെ ഇവർക്ക് ഗാർഹിക പീഡനത്തിന് കേസെടുക്കാനായിട്ടുള്ള തെളിവ്? അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കേസ് വളരെ സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആകെയുള്ള വഴി അവരുടെ വായിൽ നിന്ന് തന്നെ സത്യം തെളിയിക്കുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒരു ഒളിക്ക് ക്യാമറ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു CCTVയോ എന്തെങ്കിലും ഒരു ഫുട്ടേജ് അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മളിതുപോലെ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നതായിട്ടുള്ള വീഡിയോ കിട്ടണം. എങ്കിൽ മാത്രമേ ഇവർക്കതൊരു തെളിവായിട്ട് കൂട്ടാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിപ്പിച്ചത്. അത് പറ, നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നന്ദു അനിയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവരുടെ വീടിൻ്റെ പരിസരത്തേക്കോ ആ ഭാഗത്തേക്കോ പോകാൻ പറ്റില്ല. കാരണം ഞങ്ങളെ അവർക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ. പിന്നെ
അതുകൊണ്ട് നിങ്ങൾ വേണം ഇനി ആ വീട്ടിലേക്ക് ചെല്ലാൻ. അപ്പോൾ അവിടെ ആൾ കാണില്ലേ? അവർ 3 പേരും അവർ കാണില്ലേ ഞങ്ങളെ? അവർ 3 പേരും പുറത്തേക്ക് പോകുന്ന സമയത്ത് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ. എന്നിട്ട് വേണം നിങ്ങളവിടെ ക്യാമറ ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. അവർ പറയുന്നതും സംസാരിക്കുന്നതും അവരുടെ മുഖമെല്ലാം വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ക്യാമറകൾ വെക്കാൻ. അത് ഞങ്ങൾ ഏറ്റു എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വിഘ്നേഷും രാജേഷും അവരുടെ വീടിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, നല്ലൊരു അവസരം നോക്കി കയറാൻ വേണ്ടി. അങ്ങനെ വേണുവും അനാമികയും രേവതിയും കൂടെ പുറത്തേക്ക് പോകുന്ന സമയം നോക്കി ഇവരവിടെ നിന്നിട്ട് അവർ പോയി ഗേറ്റ് പൂട്ടുന്ന കണ്ട ഉടനെ പുറകുവശത്തു കൂടി ഇവരകത്തേക്ക് കടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ CCTV ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ പുറകുവശത്തൂടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു ജനൽ തുറന്നു കിടക്കുന്ന കാണുന്നുണ്ട്. അവരതിൽ കൂടി ഒരു ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ മറുവശത്തും അങ്ങനെ 3-4 സ്ഥലങ്ങളിലായിട്ട് ഓരോ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുമ്പോൾ തന്നെ ഇതേപോലെ നന്ദുവിനെയും അനിയെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് വേണ്ട, 2 ദിവസത്തിന് ശേഷം നമുക്ക് ആ ക്യാമറ ഒക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോയ അനാമികയും വേണുവും രേവതിയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവർ വന്നതിന് കുറച്ച് സമയത്തിന് ശേഷം വക്കീലും വരുന്നുണ്ട്. വക്കീൽ വന്നതിന് പുറകെയായിട്ട് CIയും എത്തുന്നുണ്ട് അവിടെ. ഈ സമയത്ത് വിഘ്നേഷും രാജേഷും ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് അപ്പം തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന പോലെ പോയ വേണുവൊക്കെ തിരികെ വന്നു. അവർ മാത്രമല്ല, പുറകെ വക്കീലും ഉണ്ടായിരുന്നു. വക്കീലിൻ്റെ പുറകെ പിന്നെ ഒരാൾ കൂടി വന്നു. ആരാണെന്ന് പറഞ്ഞാൽ നീ ഞെട്ടിപ്പോവും. ആരാടാ പറ? അത് പിന്നെ നിന്നെ കെട്ടാൻ പോകുന്ന CI ഇല്ലേ, അയാള്. ഇത് കേൾക്കുമ്പോൾ നന്ദു ഒന്ന് ഷോക്കാവുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, CIയോ? അയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അത് എന്തായാലും നമുക്ക് ക്യാമറ എടുക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാലോ അയാൾ വന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നിന്റെ തീരുമാനം ശരിയാ, ഇവിടെ ക്യാമറ വെക്കുക എന്നുള്ളത്. ഇതോടുകൂടി ആ CIക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയാളുടെ മുഖം മൂടി ഇപ്പം തന്നെ നമുക്ക് വലിച്ചു കയറാം. നിന്റെ കല്യാണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അതേതായാലും നന്നായി. എന്നാണേലും ഇന്ന് തന്നെ നിങ്ങൾ ആ ക്യാമറ എടുത്ത് മാറ്റിയാലേ അതിൽ ഇന്ന് തന്നെ നമുക്ക് വേണ്ടതെല്ലാം അതിൽ കിട്ടിക്കോളും. അങ്ങനെ ഫോൺ കട്ടാക്കിയ ഉടനെ നന്ദു അനിയെ വിളിക്കുന്നുണ്ട്. അനിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, ആ CI അയാളൊരു ഇരട്ടത്താപ്പാ. അവനാണെ നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് കാണുന്നവരോടെല്ലാവരോടും തന്നെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. അയാൾ ചെയ്യുന്ന മൊത്തം അഭിനയവും കള്ളത്തരങ്ങളും മാത്രമാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെനിക്കും തോന്നിയിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ ആള് ശരിയല്ലാന്ന്. എന്തായാലും ഇതോടുകൂടി അവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. എന്തായാലും അവന്മാരോട് തൽക്കാലം ഇപ്പം അവിടെ തന്നെ എവിടെയെങ്കിലും മാറി നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവരെല്ലാം അവിടെ നിന്ന് മാറുന്ന സമയത്ത് ആ ക്യാമറ എല്ലാം എടുത്തോണ്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അതിലെ ഫൂട്ടേജ് വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നിങ്ങനെ നന്ദു പറയുകയാണ്. ഇതേസമയം ജയനും കൂടി മുത്തശ്ശനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ ഇന്ന് വക്കീലിനെ പോയി കണ്ടിരുന്നു. ആഹാ, എന്നിട്ട് വക്കീൽ എന്തു പറഞ്ഞു? അല്ല, വക്കീൽ പറഞ്ഞത് അനാമികേനെ അനി തല്ലി, അത് ഒരു പബ്ലിക്കായിട്ട് ഉള്ള പൊതുസ്ഥലത്ത് വെച്ച്. അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ ആ വേണുവിനെ തല്ലി, അത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ മുന്നിൽ വെച്ച്. ആ 2 കാര്യങ്ങളും അവർക്കവിടെ തെളിവായിട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നടക്കാത്തതായ പല കാര്യങ്ങളും അവർ അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ജലജയും ജാനകിയൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവരെന്ത് വേണേലും കാണിക്കട്ടെ, എന്ത് കാണിച്ചാലും സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരെന്ത് കാണിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. വയസ്സാം കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും ജയിലിൽ പോകാനാണ് വിധിയെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. അതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ജയൻ പറയാണ്, അച്ഛൻ ഇത്ര നിസ്സാരമായിട്ട് എടുക്കരുത്. അവരുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയാൽ അത് ശരിയാവില്ല അച്ഛാ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ. അതിന് അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കണം. അതിന് ജയനെക്കൊണ്ട് പറ്റുമോ? അയാൾ ചോദിക്കുന്ന കാശ് കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിലും നല്ലത് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുന്നതാ. അതുകൊണ്ട് ഞാൻ എന്തായാലും കാശ് കൊടുക്കുന്നതിനെ പറ്റി ഉദ്ദേശിച്ചിട്ടില്ല. കേസ് എന്തായാലും കേസിന്റെ വഴിക്ക് പോകട്ടെ. എന്തായാലും അവളെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സത്യം തെളിയുവാണെങ്കിൽ തെളിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ജയനും ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തച്ഛൻ എന്ത് പറഞ്ഞുവെന്ന്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്ത് പറയാനാ, അച്ഛന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അച്ഛൻ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്.
അങ്ങനെ ജയിലിൽ പോകേണ്ടി വന്ന ജയിലിൽ പോകുന്ന അച്ഛൻ പറയുന്നേ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ ആദ്യമേ പറഞ്ഞു നമ്മൾ ഈ കേസ് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അനി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഇന്നത്തേടും കൂടെ ഒന്ന് കാത്തിരിക്കുക, ഇന്ന് രാത്രിയോടുകൂടി ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടായി പറഞ്ഞേ, എന്തവസാനം? എടാ പറഞ്ഞിട്ട് പോ. ഇതെല്ലാം കേട്ടിട്ടും അനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, ഈശ്വര ഇനി എന്തെല്ലാം ഗുലുമാലനാണോ അവൻ ഒപ്പിക്കാൻ പോകുന്നത്? ഇനി രാത്രി എങ്ങാനും അവളുടെ വീട് കയറി തല്ലാൻ വല്ലതും ആണോ ഇവന്റെ ഉദ്ദേശം? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ, ഇവന്മാരുടെ കാര്യമാ, ഒന്നും പറയാൻ പറ്റിയല്ല. ഇതിനു മുമ്പും നന്ദുവും കൂട്ടുകാരും എല്ലാവരും കൂടെ കയറി അവരെ വീട് കയറി തല്ലിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇവന്റെ കാര്യം ഒന്നും പറയാൻ പറ്റിയല്ല. എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ് അനിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ നിന്റെ ഉദ്ദേശം? വീണ്ടും അവർ വീട്ടിൽ കയറി തല്ലാനാണോ നിന്റെ തീരുമാനം? അയ്യോ അങ്ങനൊന്നും അല്ല ഏട്ടാ, നമുക്ക് വേണ്ട എല്ലാ തെളിവുകളും അവർ തന്നെ കൊണ്ടുതരും. അതിനുവേണ്ട എല്ലാ പ്ലാനിങ്ങും ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതിനുവേണ്ട പ്ലാനിങ് ഒക്കെ ഞാനും നന്ദുവും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ നന്ദുവോ? അപ്പോൾ നിങ്ങൾ ഇപ്പോഴും കാണാറുണ്ടോ? എൻ്റെ പൊന്ന ആദർശേട്ടാ, ഇപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നം. അനാമികയുടെ ഒക്കെ കേസ് എങ്ങനെയെങ്കിലും നമുക്ക് തോൽപ്പിക്കണം, ഇപ്പം അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ ഞാനും നന്ദുവും പണ്ട് തൊട്ട് സുഹൃത്തുക്കളാ. പിന്നെ അവളോട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. പിന്നെ നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും അവൾക്കും എന്നെ ഇഷ്ടമാണ്. ഈ സിയയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ അനിയായിരിക്കും നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്, അതോർത്ത എല്ലാവർക്കും കൊള്ളാം എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അനിയുടെ ഈ കോൺഫിഡൻസ് ഒക്കെ കണ്ട് ആകപ്പാടെ അന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. അനി അവിടെ നിന്ന് ചിരിച്ചോണ്ട് പോകുന്നത് കണ്ട് ജയൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ ഇപ്പോൾ ഇതെങ്ങോട്ട് പോവാ? അത് പിന്നെ അച്ഛാ, ഞാൻ വെളിയിലൊന്നും പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ അനി പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, എന്താടാ അവൻ എന്താ പറഞ്ഞത്? അവനാണ് അവരോട് നല്ല ദേഷ്യമുണ്ട്. അതിൻ്റെ ഇതിൽ അവിടെ പോയി അങ്ങനെ തല്ലുവോ പിടിക്കുകയെല്ലാം ചെയ്യുമോ? എനിക്കാകെ അങ്ങ് പേടിയാകുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏയ് അതൊന്നുമല്ല, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞിട്ട് പോയത് നന്ദുവിൻ്റെ കാര്യമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിവാഹം കഴിക്കാൻ പോകുന്നത് നന്ദുവിനെയാണെന്നും അതിനി ആരെക്കൊണ്ടും തടയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ചിരിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അജയൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ മനസ്സ് അത് വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ. പാവം, അവൻ്റെ മാനസിക നില തെറ്റാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ജയൻ പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനൊരു തീരുമാനം എടുത്ത് അവിടെ പോയി പെണ്ണ് ചോദിച്ചില്ലേ, ഇതിൽ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിവാഹം നടന്നേനെ. എന്ത് ചെയ്യാനാ, കനയ്ക്കും ഗോവിന്ദനും അവർക്കിപ്പോൾ ഈ വിവാഹത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് അജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ അവിടെ നിന്ന് നേരെ പോകുന്നത് നന്ദുവിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ നന്ദുവും അനിയും കൂടെ ഒരു പാർക്കിൽ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഏകദേശം 8 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കിനും നന്ദു വിളിച്ചിട്ട് വിഘ്നേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി ആ ഫുട്ടേജും ക്യാമറയൊക്കെ അവിടെ നിന്ന് എടുക്കാനുള്ള വല്ല സാഹചര്യം ഒത്തുവന്നോ? അപ്പോൾ വിഘ്നേഷ് പറയുന്നുണ്ട്, ഇതുവരെ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അവരാരും ഉറങ്ങിയിട്ടില്ല, തൽക്കാലം കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ച് അവർ ഉറങ്ങിയിട്ട് നമ്മളത് എടുത്തുകൊണ്ട് വരാം. പിന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷം സിയും വക്കീലും ഒക്കെ അവിടെ നിന്ന് പോയിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചതാണ് ഒന്ന് എടുക്കാൻ. പക്ഷെ ആ അനാമിക അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ ഇതുവരെ സാധിച്ചില്ല. എന്തായാലും 8 മണിയല്ലേ ആയുള്ളൂ, കുറച്ചു നേരം കൂടെ നോക്കാം, അവരൊന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് നന്ദു ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ് രാജേഷും വിഘ്നേഷും കൂടെ ആ ക്യാമറ ഫുട്ടേജും അതും എല്ലാം എടുത്തുകൊണ്ട് നന്ദുവിൻ്റെ അനിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അത് കൊണ്ടുവന്ന് നന്ദുവിൻ്റെ ലാപ്ടോപ്പിലേക്ക് ഇവരിത് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഫുട്ടേജും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത് കണ്ട സന്തോഷത്തിൽ നന്ദുവും അനിയും രാജേഷിനും വിഘ്നേഷിനും ഒരുപാട് നന്ദിയും താങ്ക്സും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, നമുക്ക് ഇതുമായിട്ട് അനന്തപുരിയിലേക്ക് പോയാലോ? അപ്പോൾ അനി പറയുകയാണ്, ഏയ് അത് വേണ്ട, നീ ഇതുമായിട്ട് അങ്ങോട്ട് വന്ന അമ്മ നിന്നെ കാണുമ്പോഴേ ചോദിക്കാൻ തുടങ്ങും. വെറുതെ അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ നീ കേൾക്കേണ്ടി വരും. നീ വീട്ടിലേക്ക് പൊക്കൂ, നിന്റെ ലാപ്ടോപ്പ് മാത്രം എൻ്റെ തന്നു വിട്ടാൽ മതി. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് വേണ്ട, നീ അതിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് കോപ്പി ചെയ്താൽ മതി. എൻ്റെ കയ്യിലും ഇരിക്കട്ടെ, ഒരു കോപ്പി കിടക്കട്ടെ, അതും ആവശ്യം വരും, നിൻ്റെയിലേക്ക് ഞാനൊന്ന് സെൻഡ് ചെയ്തേക്കാം.
എന്നും പറഞ്ഞ് നന്ദു അതിൻ്റെ കോപ്പി ഒരെണ്ണം അനിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒറിജിനൽ നന്ദുവിൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനെ ഒരു ഹഗൊക്കെ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി ഗുഡ് ബൈയും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും ഹാളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അനി കയറി ചെല്ലുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഡാ സമയം എന്തായെന്ന് കണ്ടോ? നീ ഇത്രയും നേരം എവിടെ പോയിരിക്കുമായിരുന്നു? നേരത്തെ വീട്ടിൽ കയറണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് പിന്നെ മുത്തശ്ശ, അത്താഴം കഴിക്കാറൊക്കെയല്ലേ ആകുന്നുള്ളൂ. ഞാൻ കഴിച്ചോളാം മുത്തശ്ശ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും തന്നെ ഈ രാത്രിക്കാർക്കൊക്കെ അങ്ങ് നിർത്തിക്കോ. ആർക്കും ഇപ്പോൾ ഒരു മര്യാദ ഇല്ലാതെ വരുവാ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ, മുത്തശ്ശ ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പോയതാ. എന്താ അനി, എന്താ കാര്യം? അതൊക്കെ ഉണ്ട് മുത്തശ്ശ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ, ആരും മിസ്സായിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം അവിടെ അഭിസഹിതം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഞാനൊരു സിനിമ കാണിക്കാൻ വേണ്ടി പോവാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ മോനെ പറ്റിയത് ഈ പാതിരാത്രിയിൽ? അപ്പം നയനയും പറയുന്നുണ്ട്, എന്താ അനി, രാത്രിയിലാണോ സിനിമ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് പിന്നെ ഏട്ടത്തി വേണം ഇത് കാണാൻ. ഏട്ടത്തിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഏട്ടത്തി വേണം കാണാൻ. അങ്ങനെ നന്ദു ആ ഫോണിലെ വീഡിയോ TV ആയിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. സോറി അനി. അങ്ങനെ ആ വീഡിയോയിൽ അവർ രേവതിയും വീണും അനാമികയും കൂടെ പെരക്കകത്ത് കയറുന്ന ആ സമയം തൊട്ടുള്ള ഫുട്ടേജ് പ്ലേ ചെയ്യുകയാണ്. അവർ കയറിവാ വക്കീലെ എന്ന് പറഞ്ഞ് തൊട്ടു പുറകെ വക്കീലും കയറി വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ CA സജ്ജാനന്ദനോടെ കയറി വരുമ്പോൾ നയനയും ആദർശും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് നയന ചോദിക്കുന്നുണ്ട്, അത് CA അല്ലേ? ആ CAക്ക് ഇവരുമായിട്ട് എന്താ ബന്ധം? അപ്പം അനി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പ്രത്യേകം പറഞ്ഞത് ഏട്ടത്തിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇതിലുണ്ടെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് CA മരുമോൻ്റെ ഗുണം? അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിയടാ, അയാളിവിടെ എന്തിനാ വന്നതെന്ന് നമുക്കറിയണമല്ലോ. അത് വേണം. അതെന്താണെന്ന് നിങ്ങൾ അത്യാവശ്യമായിട്ട് കേട്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അനി അതിൻ്റെ വോളിയൊക്കെ കൂട്ടി വെക്കുന്നുണ്ട്. വീണു പറയുന്നുണ്ട്, വക്കീൽ സാറേ, ഞാൻ പറഞ്ഞല്ലോ, ആ കുടുംബത്തിലുള്ള ഒരെണ്ണം പോലും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ എണ്ണത്തിനെയും പിടികൂടണം. ആ കിളവനും കിളവിയും സഹിതം എല്ലാ എണ്ണവും ജയിലിൽ കിടക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തു വെച്ച് എനിക്ക് 50 കോടി രൂപ തരണം. അത് കിട്ടിയില്ലെങ്കിൽ ആ കിളവനും കിളവയും ആ വീട്ടിലുള്ള സകല എണ്ണത്തിന് ഞാൻ കോടതി കയറ്റും. അപ്പം വക്കീൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓഫീസിലെ CCTVയിൽ ആ മൂർത്തി നിങ്ങളെ അടിക്കുന്ന വീഡിയോ ഫുട്ടേജ് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് പൊതുസ്ഥലത്ത് വെച്ച് അനി അനാമികയെ തല്ലിയതും അതിനുള്ള തെളിവുകളും ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മോൾ എഴുതി തന്നിട്ടുണ്ടല്ലോ. പിന്നെ മോള് കരഞ്ഞങ്ങ് അഭിനയിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വക്കീലേറ്റു. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എത്ര കിട്ടിയാലും കിട്ടുന്നതിൻ്റെ 25% അതെനിക്കുള്ളതാ. അതൊക്കെ തരാ എൻ്റെ പൊന്നു വക്കീലെ. നിങ്ങളാദ്യം ഈ കാര്യം ഒന്ന് നടപ്പിലാക്കിത്താ. ആ വീട്ടിലുള്ള എല്ലാവരും, ആ മൂർത്തിയും ആ കിളവിയും അവിടെയുള്ള എല്ലാവരും തന്നെ എൻ്റെ മുന്നിൽ പട്ടിയെപ്പോലെ ഓച്ചാനിച്ച് നിൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വക്കീൽ പറയാണ്, അതൊക്കെ ഞാൻ ഏറ്റെടൂ. താൻ കണ്ടോ ഞാൻ ആരാണെന്ന്? മൂർത്തിയും കുടുംബത്തെ ഞാൻ കോടതിയിൽ നിർത്തിപ്പോരിക്കും. താൻ കണ്ടോ? അപ്പോൾ CI പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. എന്ത് തെളിവ് വേണമെങ്കിലും അതെല്ലാം ഞാൻ ഒപ്പിച്ചെന്നോളാം. അത് മാത്രമല്ല, ഞാനിപ്പോൾ ആ നന്ദുവിൻ്റെ വീട്ടിലെ കണ്ണിലുണ്ണിയാ. അത് മാത്രമല്ല, അനന്തപുരിയിലെ ആ ആദർശനും നയനയ്ക്കും അവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. പിന്നെ അവിടെ വേറെ തന്നെ ഉണ്ടല്ലോ ആ അഭി, അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറൊക്കെയുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നാ അവനും പറഞ്ഞേക്കുന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അവയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനായതുകൊണ്ട് അങ്ങനെ ചെയ്തതാ എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വീണ്ടും TVയിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ CI പിന്നെയും പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ കല്യാണം ഉടനെ തന്നെ കാണും. അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ആ അനിയ. അവനെ തീർക്കാന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചതാ. കറങ്ങിത്തിരിഞ്ഞ് അതുപോലെ കേസും ആയാലേ ജീവിതകാലത്ത് നന്ദുവിനെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനത് വേണ്ടാന്ന് വെച്ചാ. ഇനി അങ്ങനെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് അകത്താക്കണം. അതാണിപ്പോൾ എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് സഹായം ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. അവനെ എങ്ങനെയും ഒന്ന് അകത്താക്കണം. എന്നിട്ട് വേണം എനിക്ക് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ. അനന്തപുരി തറവാട്ടിൽ നന്ദുവിൻ്റെ 2 ചേച്ചിമാരുണ്ട്. അവളുമാരും എനിക്ക് നല്ല സപ്പോർട്ടാ.
അവളുമാരെ കെട്ടിയവന്മാരും. പിന്നെ എനിക്ക് എന്ത് വേണം? നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ടേ ആ കിളവനും കിളവയും പറഞ്ഞതാ എൻ്റെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാം, അനുഗ്രഹിക്കാന്നൊക്കെ. എല്ലാ എണ്ണം ജയിലിലായിരിക്കും, അപ്പം എങ്ങനെ വന്നെന്നെ ഒന്ന് ആശീർവദിക്കാനാ എന്നൊക്കെ പറഞ്ഞ് ആ CI പൊട്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ ചമ്മി നിൽക്കുകയാണ് നയനയും നവ്യയും. അങ്ങനെ വക്കീൽ പിന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആ കിളവിയുടെയും കിളവൻ്റെയും പേരിൽ പോലും നമ്മൾ ഇല്ലാത്ത കേസുണ്ടാക്കണം. നിങ്ങൾ എന്തിനാണ് ആ ജാനകീനെയും ജലജയെ വെറുതെ വിട്ടത്? അവളുമാരുടെ പേരിൽ കൂടി കേസ് കൊടുക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അവർ രണ്ടുപേരും എന്നെ അധികം ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരുമാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. പിന്നെ അഭിയേട്ടനും. അവരെ ഞാനിപ്പോൾ പിണക്കിയാലേ ശരിയാവില്ല. ഈ കേസൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ എൻ്റെ കിട്ടുന്നത് വരെ അവരുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അവരെ പിണക്കിയ ശരിയാവില്ല. അല്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്തേനെ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോൾ ഇത് കേട്ട് ജാനകി അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരുത്തനും വെറുതെ ഇടാൻ പോകുന്നില്ല. നയനയെയും ആദർശനെയും അതേപോലെ ആ കിളവനെയും കിളവിയെയും നവ്യയും അനിയെയും ആരെയും എല്ലാവരെയും ഞാൻ കൊടുക്കാൻ പോവാ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, മോളെ പിന്നെ ഒരു കാര്യം, കോടതി വെച്ച് മോള് നന്നായി കരഞ്ഞോണം. മോളെ അടിച്ച് അവർ തറയിലിട്ടെന്നൊക്കെ പറയണം. അതുപോലെ ഭക്ഷണം തരാറില്ലെന്നും സ്ത്രീധനത്തിൻ്റെ പേരിൽ മോളെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടെന്നും ഒക്കെ പറയണം. എല്ലാവരും മാറി മാറി മോളെ ഉപദ്രവിച്ചെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഒക്കെ പറയണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു സാറേ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാം. എനിക്കറിയാലോ അതെല്ലാം പറയാനായിട്ട്. പിന്നെ ഇന്നേ വരെ അവിടെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ആ നയനെ നവ്യം അവരൊരു തവണ എന്നെ തല്ലിയിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, ആ വീട്ടിലെ മൂത്തൊരു മരുമകളുണ്ടല്ലോ ആ ദേവയാനി, അവരൊരു തവണ പാല് കുടിച്ചിരുന്നു. വിഷം അടങ്ങിയ പാല്, അതിൽ വിഷം കലക്കിയത് ഞാനാ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ ഒരു വധശ്രമമല്ലേ? അവരെങ്ങാനും അതിനുള്ള തെളിവ് കോടതി കൊടുത്താ അത് വലിയൊരു തെളിവാവില്ലേ? അതെങ്ങനെയാവാനാ സാറേ? അത് കുറെ നാള് മുമ്പാ. ആ സമയത്ത് അത് പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്നെ ഉറപ്പായും കണ്ടുപിടിച്ചേനെ. അതൊക്കെ കഴിഞ്ഞിട്ട് നാളുകളായി. ഇപ്പം അതിന് തെളിവുമില്ല, ഒന്നുമില്ല. അതൊന്നും ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അതൊക്കെ പക്ക പ്ലാൻ ചെയ്ത് ഞാൻ ചെയ്തതാ. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് സാറേ, അന്ന് അവിടത്തെ മൂത്ത മരുമകളുണ്ടല്ലോ അബിയുടെ ഭാര്യ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ചേടത്തി നവ്യ, അവള് ഗർഭിണിയായിരുന്നു. അവൾ എൻ്റെ മൂക്കിട്ട് ചെറുതായൊരു പണി കൊടുത്തു. ആ കൊച്ചിനെ അവളെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പണിയാ. പക്ഷേ എന്ത് ചെയ്യാനാ, അത് കുടിച്ചതാട്ടെ ആ ദേവേനിയും. അതോടുകൂടി അവർ ആശുപത്രിയിലായി. അവരുടെ കരള് പോയി. അവരുടെ മരുമോള് കരള് കൊടുത്തു. അതോടുകൂടി അമ്മായിമ്മ മരുമോളും സ്നേഹത്തിലായി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, ജാനകി നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അന്നത് ആരാ ചെയ്തേന്ന്? നവ്യേനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ മരുമോളും അവരുടെ വീട്ടുകാരോട് ചെയ്തതായതെന്ന് ഇപ്പോഴെങ്കിലും നീ ഇത് വിശ്വസിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി മിണ്ടാതെ നിൽക്കുകയാണ്. അനാമിക അപ്പോൾ പറയുന്നുണ്ട്, അന്ന് കുറച്ചൊന്ന് പാളിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ആ നവ്യ ഈ ഭൂലോകത്ത് തന്നെ കാണില്ലായിരുന്നു. അത്രയ്ക്ക് വീര്യം കൂടി വിഷ ഞങ്ങളന്ന് കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അവർ ഈ കേസെങ്ങാനും കുത്തിപ്പൊക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ സാറേ, അതിന് അവർക്ക് എന്നെതിരെ ഒരു തെളിവ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ നിന്ന് അതിനെതിരെ നന്നായി അങ്ങ് വാദിക്കും. എൻ്റെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കി പറയുവാണെന്നും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവരാണങ്ങനെ ചെയ്തതെന്നും ഒക്കെ ഞാൻ അങ്ങ് പറയും. മീഡിയയുടെ ഭാഗത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുള്ളൂ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. CI പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി. നിങ്ങൾ ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ ആ അനിയൻ വീട്ടുകാരെ നമുക്ക് പൂട്ടാനൊക്കൂ. എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ ആ മൂർത്തിനെയും അയാളുടെ ഭാര്യേനെയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും ജയിലിൽ കയറ്റണം. അത് ഞാൻ തന്നെ ചെയ്യണോടോ. അതിപ്പോൾ എൻ്റെ ഒരു വാശിയാ. അങ്ങനെ CI പറയുന്നുണ്ട്. അതും എല്ലാവരും ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ്. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, വേണു മറക്കില്ല കേട്ടോ, ആദ്യ സിറ്റിംഗ് ആരംഭിക്കാൻ പോവാ. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 25% അത് താൻ മറക്കരുത്. ഇല്ലടോ വക്കീലേ, ഞാനത് മറക്കില്ല. എന്തായാലും പുറത്തു വെച്ച് അയാൾ ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് കേസ് നടത്തണമല്ലോ. ഡിവോഴ്സ് ആവശ്യമായതുകൊണ്ട് കേസ് എന്തായാലും മുന്നോട്ട് പോകണമല്ലോ.
അപ്പൊ പിന്നെ ജീവനാംശം തരാൻ എന്തായാലും ആ മൂർത്തിയും കുടുംബവും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവരത് തന്നേ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചാലും അതിൽ 50 കോടിയെ ഞാൻ ചോദിക്കൂ. അതുകൊണ്ട് തന്നെ ഈ കേസ് തോറ്റാലും പുറത്തു വെച്ച് ഒരു ഒത്തുതീർപ്പ് ധാരണ നടന്നാലും ഇല്ലെങ്കിലും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആ ജീവനാംശം എന്ന കണക്കിന് 50 കോടി എന്തായാലും നമുക്ക് കിട്ടുമോ എന്നിങ്ങനെ പറയാണ്. അതിനുള്ള ഏർപ്പാടൊക്കെ താൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വക്കീൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ CI പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഒരു കാരണവശാലും ഈ കേസ് വിട്ടുകൊടുക്കരുത്. പുറത്തു വെച്ച് ഇതിനൊരു സെറ്റിൽമെന്റ് നടത്തിയാൽ പോലും കേസിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ആ അനിയും കുടുംബവും ജയിലിൽ കിടക്കണം. ആ സമയത്ത് വേണം എനിക്ക് നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഇടയ്ക്കും കൂടെ ഞങ്ങളൊരു വീഡിയോ കാണിച്ചതല്ലേ, ആ അനിയും നന്ദും കൂടെ പാർക്കിലൊക്കെ കറങ്ങാൻ പോകുന്നതും ജ്യൂസൊക്കെ ഒന്നിച്ച് കുടിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ കാണിച്ചതല്ലായിരുന്നോ? എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ആ നന്ദുവിനെ തന്നെ വേണോ? ആ എനിക്ക് ആ നന്ദു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സ്വന്തമാക്കണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാ എന്നിങ്ങനെ CI പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിനി എന്തെങ്കിലും ആയിക്കോട്ടെ, അവള് ആരുടെ കൂടെ വേണേലും ജീവിച്ചോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അനിയുടെ കൂടത്തിൽ മാത്രം അവൾ ജീവിക്കാൻ പാടില്ല. അതെനിക്കിഷ്ടമല്ല. അതെൻ്റെ ഒരു വാശിയാ. അത് അവൻ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ വേണേലും കെട്ടിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് സെയിം അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും പോയതിനു ശേഷം രേവതിയും വേണുവും അനാമികയും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്തൊരു ആക്രാന്തം ആ വക്കീലിന്. 25% വേണോ അത്രേ. 25% എന്ന് പറയുമ്പോൾ തന്നെ 10-11 കോടി രൂപ അങ്ങ് പോവല്ലേ. അപ്പൊ വേണു പറയുന്നുണ്ട്, അത് പിന്നെ കാര്യം നടക്കണ്ടേ രേവതി? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ അയാള് പൈസ ഇത്രയും കയറ്റി വെച്ചത്. കയറ്റി വെച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം കിട്ടുമോ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, കോടതിയിലെ പെർഫോമൻസ് അമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പ അറിയും ഈ അനാമിക ആരാണെന്നുള്ളത്. എന്തായാലും ഈ കേസ് തീരാറാവുമ്പോഴത്തേനും അവരെല്ലാവരും ജയിലിലാകും. അവർ ജയിലിലായാലും നമുക്ക് ലാഭമുള്ളമ്മേ. ജീവനാംശം എന്നുള്ള പേരിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അവൻ്റെ സ്വത്തിൻ്റെ പാതിയെങ്കിലും വേണമെന്ന് ഞാൻ വാശി പിടിക്കും. അപ്പോൾ ഏത് കോടതിയിലും അത് തരാതിരിക്കാൻ കഴിയില്ലമ്മേ. അല്ലെങ്കിൽ പുറത്തു വെച്ചൊരു സെറ്റിൽമെൻറ്റ് അങ്ങനെ സെറ്റ് ചെയ്താലും അവരൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അനാമിക അങ്ങ് പോയതിനു ശേഷം വേണു രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ദേ രേവതി, നമുക്ക് എങ്ങനെ പോയാലും 2-3 കോടി രൂപയുടെ കടമുണ്ട്. ഈ വീടും പണയത്തിലാണ്. അതെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് മോളാണെങ്കിൽ ആ കാമുവിൻ്റെ കൂടെ പോകുമ്പോൾ ബാക്കി പൈസ മൊത്തം അവൾ കൊണ്ടുപോകുന്നാ പറയുന്നേ. കിട്ടുന്നതിൽ നിന്ന് 10 വക്കീലിന് പോവും. ബാക്കി 40 കോടിയുണ്ട്. അവൾ നമ്മുടെ കടം വീട്ടാനുള്ളത് മാത്രം നമുക്ക് തന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ട് പോകുമെന്നാ ഇപ്പം എൻ്റെ പേടി. അതേ വേണുവേട്ടാ, അവൾ പറയുന്നത് ഞാൻ കേട്ടതാ. വേണു പറയുന്നുണ്ട്, അതെന്തായാലും നടക്കില്ല. എത്ര കിട്ടിയാലും അത് 50-50. അവള് ഏത് കാമുവിൻ്റെ കൂടെ പോയാലും നമുക്ക് അതിൻ്റെ പകുതി കിട്ടണം എന്നിങ്ങനെ വേണു പറയുന്നുണ്ട്. അങ്ങനെ അവരും അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഈ വീഡിയോ ഫുട്ടേജ് എല്ലാം അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേണുവും രേവതിയും സ്വന്തം മകളെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുകയാണ്. ദേവയാനി പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് ജാനകി? നിനക്കെല്ലാം മനസ്സിലായോ നിന്റെ മരുമകളുടെയും വീട്ടുകാരുടെ സ്വഭാവം? നീ പറഞ്ഞില്ലേ നയനയാണ് എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നതെന്ന്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ആരാ പാലിൽ വിഷം കലർത്തിയെന്നൊക്കെ? എല്ലാം അവർ വായുന്നതിനെ കേട്ടപ്പോൾ നിനക്കെല്ലാം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അഭി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ആ സിയുടെ ഇരിക്കെ പോയി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഞാൻ നന്ദു കെട്ടാൻ പോകുന്ന പയ്യനാണല്ലോ എന്ന് കരുതി പോയി ചുമ്മാ സംസാരിച്ചു എന്നേ ഉള്ളൂ. ആദർശേട്ടനും പോയി സംസാരിച്ചിരുന്നല്ലോ. അപ്പം ആദർശ് പറയാണ്, ഇവൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ കുടുംബത്തിനെ ജയിലിൽ കയറ്റണമെന്നാണ് അവൻ്റെ ആഗ്രഹമെന്ന്. അനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന്. അപ്പം നയനേച്ചിക്കും നവ്യേച്ചിക്കും ഒക്കെ ആയിരുന്നല്ലോ നിർബന്ധം അയാളെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. ഇപ്പം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുകയാണ്, ഞാൻ എന്തായാലും അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കട്ടെ ആദർശേട്ടാ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ വരട്ടെ പിന്നെ പറയാം. അല്ലടാ, ഈ വീഡിയോ ആരാ എടുത്തേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അത് പിന്നെ
വിഘ്നേഷിനെയും രാജേഷിനെയും ഞാനും നന്ദൂടെ പറഞ്ഞു വിട്ടതാ. അവന്മാർ പോയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എന്തായാലും ദൈവം കൈവിടാൻ പോകുന്നില്ല. കോടതിയിൽ കാണിക്കാൻ ഈ ഒരൊറ്റ തെളിവ് മതി. ഇനിയിപ്പോൾ ഒരു വക്കീലിൻ്റെ ഒരു വിചാരണയുടെ ഒരു ആവശ്യം പോലും വരുന്നില്ല. ഇനിയിപ്പോൾ അവർക്ക് ജീവനാംശം കിട്ടില്ല, 50 കോടിയും കിട്ടില്ല, നമ്മളാരും ജയിലിൽ പോകേണ്ടിയും വരില്ല. ഈ ഒരു തെളിവ് മാത്രം മതി നമുക്ക് രക്ഷപ്പെടാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനിയോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി, ഈ ഒരു തെളിവ് നിന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. നീ നന്നായി സൂക്ഷിച്ചോണം. ഇത് ഇപ്പോൾ തൽക്കാലം വക്കീലിനെ ഏൽപ്പിക്കേണ്ട, നമ്മൾ പോകുന്ന ദിവസം കൊടുത്താൽ മതി. ശരി മുത്തശ്ശൻ എന്ന് അനിയും പറയുന്നുണ്ട്. അങ്ങനെ നയനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട് അവർക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ നയന ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, മോനെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അവന് ഇവന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള പണിയൊക്കെ ഒപ്പിക്കുന്നത്? അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പിന്നെ അനിയെ ജയിലിൽ കയറ്റണമെന്നാണല്ലോ അവൻ പറയുന്നേ. അനി ജയിലിൽ പോയാൽ മാത്രമേ നന്ദുവിനെ അവന് കിട്ടുള്ളൂ എന്നൊരു തോന്നല് സച്ചിമോൻ ഉണ്ടായി കാണും. ഇപ്പോഴും അവരുടെ ഉള്ളിൽ സച്ചി വലിയ പുള്ളി തന്നെയാണ് കേട്ടോ. അവർ അനിയെയൊക്കെ ജയിലിലാക്കുന്നത് അനി നന്ദുവിനെ കെട്ടാനുള്ള നന്ദുവിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അവരെപ്പോഴും എതിർത്തൊന്നും പറയുന്നില്ല, എല്ലാം സപ്പോർട്ട് ചെയ്ത് സച്ചിമോൻ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നന്ദു വന്നിട്ട് കനകത്തിനോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങളുടെ സച്ചിമോൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പിലെ വീഡിയോസൊക്കെ അവരെ കാണിക്കുകയാണ്. അത് കണ്ടിട്ട് പോലും അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവരപ്പോഴും സച്ചിമോനെ സപ്പോർട്ട് ചെയ്താണ്ടാണ് ഇരിക്കുന്നത്. അപ്പം കനക പറയുന്നുണ്ട്, അത് പിന്നെ മോളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും സച്ചിമോൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. അനിയൻ ജയിലായാലേ മോളെ കെട്ടാൻ പറ്റുള്ളൂ എന്ന് മോന് തോന്നിക്കാണും. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന്. എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം അയാൾക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടതല്ലേ? ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തൻ്റെ കൂടെ എന്നെ വിവാഹം കഴിച്ച് കഴിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സമാധാനമാവും. അപ്പോൾ അനന്തപുരി തറവാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും നന്ദു പറയുന്നുണ്ട്, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അയാളുടെ കൂടെ എന്നെ വിവാഹം കഴിച്ചയക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇതേ സമയത്ത് അനന്തപുരിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും ആബി അനാമികയെ വിളിച്ചറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് സിഐയും വക്കീലും നിങ്ങളും എല്ലാം സംസാരിക്കുന്ന കാര്യങ്ങളും അനിയുടെ കയ്യിലുണ്ടെന്നും അബി ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അനാമികയും വേണുവൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒന്ന് കാണാൻ പറ്റുമോ, നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അബി അവരെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, നിങ്ങളെന്ത് പൊട്ടത്തരവാ കാണിച്ചത്, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അവർ ഈ 2 കോർണറിലെങ്ങാണ്ട് കൊണ്ടാണ് ആ ക്യാമറ വെച്ചത്. നിങ്ങൾ പറഞ്ഞത് സംസാരിച്ചതും നിങ്ങളുടെ എല്ലാ ഫേസ് സഹിതം ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഇവിടെ നിന്ന് പറഞ്ഞത് അതെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ട്. വിഷം കൊടുത്തതും ആ കാശ് കിട്ടിയിട്ട് രക്ഷപ്പെടാനുള്ളതും കാമുവിൻ്റെ കൂടെ പോകാനുള്ളത് നിങ്ങൾക്ക് ഒരു വിവരമില്ലേ? എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, അത് AI ഫുട്ടേജ് വല്ലതും ആണെന്ന് നമുക്ക് പറഞ്ഞാലോ? മണ്ടത്തരം പറയാതെ, AI ആണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ എന്താ മോന് ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇതിപ്പോൾ അനിയുടെ ഫോണിലാണ് ആ മെമ്മറി കാർഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ നമുക്കങ്ങ് എടുത്താലോ? അത് കൈ കിട്ടിയാൽ തന്നെ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തെളിവ് നശിക്കാൻ പോവുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 50 കോടി രൂപ ആ ഒരു തെളിവ് നശിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ തെളിവെങ്ങാനും കോടതിയിൽ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് 50 പോയിട്ട് ചില്ലിക്കാശ് കിട്ടത്തുമില്ല, നിങ്ങൾ നേരെ ജയിലിലോട്ടാവുകയും ചെയ്യും. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാണ്, ആ തെളിവെങ്ങാനും കോടതിയിൽ ചെന്നാൽ ഞങ്ങൾക്കൊരു ചില്ലിക്കാശ് പോലും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും അനിയുടെ കയ്യിൽ നിന്ന് ആ ഫോണിൽ നിന്നുള്ള ഫൂട്ടേജും തെളിവൊക്കെ ഞാൻ നശിപ്പിച്ചോളാം. പക്ഷേ എനിക്ക് കിട്ടുന്നതിലൊരു ഷെയർ നിങ്ങൾ തരണം. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് പിന്നെ മോന് ഷെയർ അല്ല, നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 5 പൈസ കിട്ടുകയില്ല ആ തെളിവ് കോടതിയിൽ കാണിച്ചാൽ.
ഞാൻ ചോദിച്ചത് 1% ഉള്ളൂ. അല്ല, മോൻ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് കൂടുതലൊന്നും വേണ്ട, 10 കോടി രൂപ. അത് പിന്നെ മോനെ 10 കോടി. അപ്പം അനാമിക പറയുന്നുണ്ട്, അഭിയേട്ടൻ പറയുന്ന ആ തെളിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കോടതിയിൽ ജയിക്കാൻ പോകുന്നില്ല. പോരാത്തതിന് ജയിലിലുമാകും. നമ്മൾ കേസ് ഒത്തുതീർപ്പ് ആക്കാൻ ചോദിച്ചത് പോയിട്ട് ജീവനാംശം പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അഭിയേട്ടൻ ചോദിക്കുന്നത് കൊടുക്കാം. എന്തായാലും നമുക്കിപ്പോൾ ആ തെളിവ് നമ്മുടെ കൈ കിട്ടിയാൽ മതി എന്ന് അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരി മോനെ, എന്നാൽ അങ്ങനെ ആട്ടെ. എന്തായാലും മോൻ ആ മെമ്മറി കാർഡ് എടുത്തോണ്ട് പോവാ. അത് കണ്ടതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് അത് നമുക്ക് നശിപ്പിച്ച് കളയണം. കോടതിയിലെങ്ങാനും അവന്മാർ അതും കൊണ്ട് പോയാലേ നമ്മുടെ ചീട്ട് കീറും എന്നിങ്ങനെ വേണു പറയാണ്. അങ്ങനെ അഭി അവിടുന്ന് പോകുന്നുണ്ട്. അഭി പോയതിനു ശേഷം അനാമിക പറയാണ്, എൻ്റെ അച്ഛാ ഓരോ കുരിശിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ വക്കീലിന് 25%, ഇപ്പതേ അഭിയേട്ടന് 10 കോടി. അതിന് എൻ്റെ മോളെ നീയല്ലേ പറഞ്ഞത് അത് കൊടുക്കാമെന്ന്? എൻ്റെ അച്ഛൻ അത്രയ്ക്ക് പൊട്ടനാണോ? ഏറ്റവും വലിയ തെളിവാണിപ്പോൾ അവൻ്റെ കയ്യിലുള്ളത്. അത് നമ്മുടെ വായിൽ നിന്ന് തന്നെ വന്നത്. ആ ഒറ്റ കേസ് മതി നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവാനായിട്ട്. അതിനകത്ത് പറഞ്ഞത് വെച്ചാണെങ്കിൽ പാലിൽ വിഷം ചേർത്ത കാര്യം പോലും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെ കോടതിയിൽ നിന്ന് കൊലക്കേസ് പോലും വധശിക്ഷ പോലും നമുക്ക് കിട്ടും. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോളെ, എന്നാലും കാശ് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം. അച്ഛാ, ചുമ്മാ കിട്ടുന്ന കാശല്ലേ, അതുകൊണ്ട് നമുക്കിനിയും കാശുണ്ടാക്കാം. പക്ഷേ ഈ തെളിവെങ്ങാനും കോടതിയിൽ എത്തിയാലുണ്ടല്ലോ, പിന്നെ നമ്മൾ റോഡിലിരുന്ന് പിച്ചെടുക്കേണ്ടി വരും. അതും അച്ഛൻ ഓർത്തു. അങ്ങനെ അഭി തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും അനിയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഫുട്ടേജ് എടുക്കണമല്ലോ. അതും പ്ലാൻ ചെയ്തുകൊണ്ട് അഭിയാണെങ്കിൽ അനിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് അനിയാണ് നല്ല ഉറക്കത്തിലും. പതിയെ അഭി പോയിട്ട് അനിയുടെ ഫോൺ എടുത്തോണ്ട് പോവുകയാണ്. പോയതിനു ശേഷം അതിൽ നിന്ന് അതിലെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ആ മെമ്മറി കാർഡ് സഹിതം ഊരിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ മൊബൈൽ ഫോൺ തിരിച്ച് വീണ്ടും അനി എവിടാണോ വെച്ചിരുന്നത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അഭി പോയിട്ട് ആ മെമ്മറി കാർഡ് ഒരു ലാപ്പിൽ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെ അതിൽ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ അഭി അനാമികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ മെമ്മറി കാർഡ് കിട്ടിയെന്നും അതുപോലെ അവൻ്റെ ഫോണിലുള്ള ബാക്കി ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നുണ്ട്, എങ്കിൽ എൻ്റെയിലേക്ക് ആ മെമ്മറി കാർഡ് കൊണ്ട് തന്നേരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ അത് കൊണ്ട് അനാമികയുടെ ഏൽപ്പിക്കുന്നുണ്ട്. അനാമിക അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇതെങ്ങാനും കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അഭി പറയുന്നുണ്ട്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ഈ സമയത്ത് അനിയാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയെന്നും അതിൽ നിന്ന് മെമ്മറി കാർഡ് റിമൂവ് ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട് അനിയാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അനി ചിന്തിക്കുന്നുണ്ട് തൻ്റെ ഫോൺ ആരോ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്ന് മെമ്മറി കാർഡ് ഊരി മാറ്റിയതാണെന്നും അനിക്ക് മനസ്സിലാവുന്നുണ്ട്. അനി കാര്യം വിളിച്ച് നന്ദുവിനോട് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കത് അറിയായിരുന്നടാ, അതുകൊണ്ടാ ഒറിജിനൽ ഇതുള്ള ലാപ്ടോപ്പ് ഇവിടെ വെച്ചിട്ട് നിനക്ക് ഞാൻ കോപ്പി ചെയ്ത് തന്നത്. മിക്കവാറും അഭിയേട്ടനായിരിക്കും ഇങ്ങനെ ചെയ്തത്. അഭി മിക്കവാറും വിളിച്ച് അനാമികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. മിക്കവാറും ഇത് ആ അനാമികയുടെ ഐഡിയ തന്നെ ആയിരിക്കും. ഇതെനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തന്നു വിട്ടത്. ഹോ, സമാധാനമായി. ഇത്രയും വലിയ തെളിവ് നശിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. എന്തായാലും ഒറിജിനൽ എൻ്റെ തന്നെയുണ്ട്. പോരാത്തതിന് 3-4 ഫ്ലോഡറിലാക്കി ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ഒരിക്കലും അത് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓ, സമാധാനമായി എന്നും പറഞ്ഞ് അനി വീണ്ടും കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാതെ എല്ലാ തെളിവുകളും അവരുടെ കയ്യിൽ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ അനാമിക. അങ്ങനെ കേസിൻ്റെ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ. അനാമികയും വേണുമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയം അനി പോയി മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൻ്റെ ഫോണിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിക്കൊണ്ട് അഭി കൊണ്ടുപോയി അത് അനാമികക്ക് കൊടുത്ത കാര്യമൊക്കെ മുത്തശ്ശനോട് അനി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, തെളിവെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അനി പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട മുത്തശ്ശ, എല്ലാ കാര്യങ്ങളും നന്ദുവിൻ്റെ ഒറിജിനൽ ഫയൽ സഹിതം അവളുടെ കയ്യിലുണ്ട്. ഈ സമയത്ത് അഭിയാണെങ്കിൽ അനിയുടെ കയ്യിൽ ഈ വീഡിയോ ഇല്ല എന്നുള്ള കാര്യം അറിയാതെയാണ് അനി കോടതിയിലേക്ക് വരുന്നതെന്നോർത്ത് അഭിക്ക് ഭയങ്കര ചിരിയാണ്. അങ്ങനെ കോടതിയിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. വിചാരണയൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഈ സമയം അനാമിക അവിടെ നിന്ന് കരഞ്ഞു മെഴുകാണ് കേട്ടോ. എന്നെ ഇവരെല്ലാവരും കൂടെ വീട്ടിലിട്ട് ഒരുപാട് ഉപദ്രവിച്ചു, അതുപോലെ ആഹാരം തന്നില്ല, സ്ത്രീധനത്തിൻ്റെ പേരിലും ഒരുപാട് എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകുകയാണ്.
എൻ്റെ അച്ഛനെ ഇത് ഇയാൾ തല്ലി, അതും ഈ വക്കീലിൻ്റെ മുമ്പിൽ വെച്ച്. അങ്ങനെ ഇവരെന്നെ റോഡിൽ വെച്ച്, അനി എന്നെ റോഡിൽ വെച്ചും തല്ലി. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അനാമിക വല്ലാതെ കരയുന്നുണ്ട്. ഇവനൊരു കാമുകിയുണ്ട്, അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇവൻ എന്നെ ഇഷ്ടമല്ല, എനിക്ക് പണമില്ല എന്നും പറഞ്ഞ് ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവെല്ലിൻ്റെ സമയമായപ്പോഴത്തേനും വക്കീൽ എന്നിട്ട് മൂർത്തിയോട് പറയുന്നുണ്ട്, ഇവര് ഒത്തുതീർപ്പിന് തയ്യാറാണ്, അവർക്ക് 50 ലക്ഷം രൂപയാണ് 50 കോടി രൂപയാണ് വേണ്ടത്. ആ പൈസ കൊടുത്താൽ അവർ കേസ് പിൻവലിച്ച് പൊക്കോളും എന്നൊക്കെ വക്കീൽ പോയി പറയുന്നുണ്ട്. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, കേസിന്റെ വഴിക്ക് ഇപ്പോൾ തന്നെ പൊക്കോട്ടെ, ഇനിയിപ്പോൾ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാനാണ് വിധിയെങ്കിൽ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനകത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് വേണു വക്കീലിനോട് പറയുന്നുണ്ട്, അവരുടെ തെളിവുണ്ടെന്നും പറഞ്ഞാണ് അവർക്ക് ഇത്ര അഹങ്കാരം. അതവരുടെ കയ്യിൽ നിന്ന് പോയ കാര്യം അവരിതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്തേക്ക് തന്നെ അടുത്ത ഇന്റർവെല്ലിന് ഒത്തുതീർപ്പെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വരും, ഇല്ല കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും വാദം ആരംഭിക്കുമ്പോഴും അനാമിക ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ എതിർഭാഗം വക്കീല് വന്നിട്ട് അവരെങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതൊക്കെ ഈ കുട്ടി കള്ളത്തരം ഉണ്ടാക്കി പറയുന്നതാണെന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ കോടതിയിലേക്ക് കയറി വന്നിട്ട് കോടതിയിൽ പറയുന്നുണ്ട്, ഈ കേസിനോടനുബന്ധിച്ച് എനിക്കൊരു തെളിവ് ഹാജരാക്കാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും മറ്റേ വക്കീൽ എതിർക്കുന്നുണ്ട്. എന്ത് തെളിവാണെങ്കിലും അത് നേരത്തെ എന്നെ കാണിച്ചതിന് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം തനിക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വക്കീൽ അനന്തപുരിക്കാരുടെ വക്കീൽ പറയുന്നുണ്ട്, ഇങ്ങനൊരു തെളിവ് ഇവരുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ അവരത് ഉടനെ നശിപ്പിക്കാനുള്ള വഴികൾ നോക്കും. അതുകൊണ്ടാണ് സർ അവരെ മുൻകൂട്ടി അറിയിക്കാഞ്ഞത്. ഇത്രയും വലിയൊരു കുടുംബത്തെ അപമാനിക്കാനും അവരുടെ മുഖത്ത് കരിവാരിത്തേക്കാനും വേണ്ടി, അതുമല്ല ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും പ്രായമായ മുത്തശ്ശിയും മുത്തശ്ശനെയും പോലും കോടതി കയറ്റാൻ ഒരു മടിയില്ലാതെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ ഒരു കേസ്. അത് മാത്രമല്ല, ഈ സ്ത്രീയാണെങ്കിൽ ഇവർക്ക് വേറൊരു കാമുകനുമുണ്ട്, അയാളുടെ കൂടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്കെതിരെ ഇപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ തെളിവും ദാ ഇതിലുണ്ട് എന്നും പറഞ്ഞ് ആ ലാപ്ടോപ്പ് കോടതിക്ക് മുമ്പ് ഹാജരാക്കുകയാണ് നന്ദു. ഈ ഒരു തെളിവിനെ പറ്റി എൻ്റെ ഒരിക്കലും മൂർത്തി സാർ പറഞ്ഞിരുന്നു, പക്ഷെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നതും സേഫ് അല്ല എന്നറിയുന്നത് കൊണ്ടാണ് ആ കുട്ടിയുടെ കയ്യിൽ തന്നെ, നന്ദുവിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത് എന്നൊക്കെ മൂർത്തി സാറിൻ്റെ വക്കീലും പറയുന്നുണ്ട്. അങ്ങനെ ആ ലാപ്ടോപ്പിലുള്ള വീഡിയോ ആ ജഡ്ജി മുഴുവനായിട്ടിരുന്ന് കാണുകയാണ്. അങ്ങനെ സി പറയുന്നതും വക്കീല് പറയുന്നതും അനാമിക പാലിൽ വിഷം കലർത്തിയ കാര്യത്തെപ്പറ്റി സംസാരിക്കും. അങ്ങനെ വീഡിയോയിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ അദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ വക്കീല് പറയുന്നുണ്ട്, കണ്ടില്ലേ സർ, ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഇപ്പോഴുള്ള കുറെ പെൺകുട്ടികളുണ്ട്, ഏതെങ്കിലും കാശുള്ള വീട്ടിൽ പോയി വിവാഹം കഴിക്കും അവിടുത്തെ പയ്യന്മാരെ, അതിനുശേഷം എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവിടെ നിന്ന് ഡിവോഴ്സ് ആകുക, എന്നിട്ടോ ഒന്നെങ്കിൽ ജീവനാംശം മേടിക്കുക, അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുക. ഇങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പോഴുള്ള പെൺപിള്ളേർക്ക്. അങ്ങനെ ആ തെളിവുകൾ പരിശോധിച്ച ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്ത് അനാമികയ്ക്കും ഒരു കുഞ്ഞിനെയും ആ മാതാവിനെയും വയറ്റിലുള്ളപ്പോൾ തന്നെ കൊല്ലാൻ നോക്കിയ ഇവർക്ക് ഇതിൻ്റെതായ തക്കതായ ശിക്ഷ വേണമെന്നും, അതുകൊണ്ട് ഇവർ വേണുവിനും രേവതിക്കും 2 വർഷത്തെ കഠിന തടവിന് വിധിക്കുന്നുവെന്നും, അതുപോലെ തന്നെ അനാമികയ്ക്കും ശിക്ഷ വിധിക്കുന്നുവെന്നും, അനന്തപുരിക്കാരെ എല്ലാവരെയും തൽക്കാലം വിട്ടയക്കുന്നുവെന്നും കോടതി വിധിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവർക്കുണ്ടായ മാനനഷ്ടത്തിനും എല്ലാത്തിനും വേണ്ടി ഭീമമായ ഒരു തുക തന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതി വിധിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകപ്പാടെ കിറുങ്ങിയടിച്ച അവസ്ഥയിലാവുന്നുണ്ട്. വക്കീലും കിളി പോയി നിൽക്കുകയാണ്.